നമസ്കാരം. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അധികം വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക്. Hello everyone. Today we are going to learn a very interesting topic, number patterns and missing numbers. Do you know that what is number patterns and missing numbers? Number pattern is a pattern that follows a rule. Pattern is a sequence that follows a rule. For example, 2, 4, 6, 8. What is happening here? What is happening here? Because we are adding plus 2 here. Here we are adding plus 2. Here we are adding plus 2. We are adding plus 2. Plus 2 plus 2 is plus 4. And plus 4 plus 2 is plus 2 plus 6. Plus 6 plus 2 is plus 8. Like that. Okay. അപ്പോൾ പാറ്റേൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിയമം അനുസരിച്ച് വരുന്ന നമ്പറുകളുടെ ക്രമമാണ് നമ്മൾ പാറ്റേൺസ് എന്ന് പറയുന്നത്. വി ആർ ആഡിങ് പ്ലസ് 2 ഹിയർ. എന്താണ് ഇവിടെ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമ്പിളിൽ 2, 4, 6, 8 എന്താണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലസ് 2 കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് പാറ്റേൺസ് എന്ന് ഉദ്ദേശിക്കുന്നത്. മിസ്സിംഗ് നമ്പേഴ്സ് 5 -9, 11. അപ്പോൾ ഇങ്ങനെ ഞാനൊരു മിക്സിംഗ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. വാട്ട് കംസ് ബിറ്റ്വീൻ 5 and 9? അതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് 2 ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പ്ലസ് 2 ആണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 5 + 2 എന്ന് പറയുമ്പോൾ 7 ആണ്. 7 + 2 എന്ന് പറയുമ്പോൾ 9 ആണ്. 9 + 2 എന്ന് പറയുമ്പോൾ 11 ആണ്. ഇതാണ് മിസ്സിംഗ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് പ്ലസ് 2 ഓരോ തവണയും നമ്മൾ കൂട്ടും. ഇതിനെയാണ് നമ്മൾ മിസ്സിംഗ് നമ്പേഴ്സ് അല്ലെങ്കിൽ നമ്പർ പാറ്റേൺസ്. നമ്പർ പാറ്റേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമം അനുസരിച്ച് വരുന്ന നമ്പറുകളുടെ ക്രമമാണ് നമ്മൾ എന്താണ് പാറ്റേൺസ് എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്പർ പാറ്റേൺസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിനൊരു എളുപ്പ മെത്തേഡ് പറയാം. 5 then 10 then 15 അങ്ങനെ -25 കൊടുത്തു. ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഒരു ഡാഷ് ഉണ്ട് കേട്ടോ, എന്നിട്ട് 25 കൊടുത്തു. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ട്രിക്ക് എന്ന് മനസ്സിലാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10ൻ്റെ 5ൻ്റെ ഡിഫറൻസ് ആദ്യം കാണാം. ഇവിടെ 10 - 5 എന്ന് പറയുമ്പോൾ 5 ആണ് അല്ലേ. 5 ആണ് ഇതിൻ്റെ ഡിഫറൻസ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. 15 + 5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 20. 20 + 5 എന്ന് പറയുമ്പോൾ 25. അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട മെത്തേഡ് എന്ന് പറയുന്നത്. സിമ്പിൾ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയും ചെയ്യാം. ഇതിൻ്റെ പാറ്റേൺ എന്ന് പറയുമ്പം 20 ഉണ്ട്, ഇവിടെ 18 ഉണ്ട്, പിന്നെ ഇവിടെ 14 ഉണ്ട്. അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഡിക്രീസിങ് പാറ്റേൺ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുക. അതായത് 80 - 20 എന്ന് പറയുമ്പോൾ ഇവിടെ ആദ്യത്തെ ചെറിയ നമ്പറാണ്, രണ്ടാമത്തേൽ വന്നത് വലിയ നമ്പറാണ്. വലിയ നമ്പർ ആകുമ്പോൾ ഞാൻ പറഞ്ഞു, വലിയ നമ്പർ ആകുമ്പോൾ ഏത് ഇടേണ്ട? മൈനസ് സൈൻ ഇട്ടു. അപ്പോൾ 20 - 8 എന്ന് പറയുമ്പോൾ -2. ഇവിടെ -2 ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഫോളോ ചെയ്യുന്നത് -2 ആണ്. -2 എന്ന് പറഞ്ഞ നിയമമാണ് ഇവിടെ ഉള്ളത്. അപ്പം എങ്ങനെ കാണുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ 80 - 20 എന്ന് പറയുമ്പോൾ -2. അപ്പോൾ 80 - 2 എന്ന് പറയുമ്പോൾ എത്രയാ? ഇത് 80 - 2 എന്ന് പറയുമ്പോൾ 16. അതുപോലെ 60 - 16 ഇവിടെ കൊടുത്തു. ഈ 60 - 2 എന്ന് പറയുമ്പോൾ 60 - 2 എന്ന് പറയുമ്പോൾ എത്രയാ? 14. 14 ഇവിടെ വന്നു. ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് നമ്മൾ ഡിക്രീസിങ് ദ പാറ്റേണിൽ വരുന്നത്. അതായത് ഡിക്രീസിങ് ദ പാറ്റേണിൽ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുക. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഒരു എക്സാമ്പിൾ 3 എക്സാമ്പിൾസ് ഞാൻ തന്നിട്ടുണ്ട്. 3, 6, 12 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 3, 6, 12 എന്ന് പറയുമ്പം ആദ്യത്തേലാണ് നമ്മളിവിടെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത് +3 ആണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ +3 ഓൾറെഡി ഇട്ടു. +3 + 3 എന്ന് പറയുമ്പോൾ +6 +6 + 3 എന്ന് പറയുമ്പോൾ 9 ഇവിടെ കൊടുത്തു. 9 + 3 എന്ന് പറയുമ്പോൾ 12. ഇതാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് +3 ആണ്. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ നോക്കാം. 50 then 40 then 35 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50 കഴിഞ്ഞിട്ടുള്ളത് എന്താണ്? 45 then 40 then 35 then 30. അങ്ങനെയാണ് പോകുന്നത്. ഇനി മൂന്നാമത്തേലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1, 4, 7 കൊടുത്തിട്ടുണ്ട്. അതിൽ മൂന്നാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തേൽ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 4 - 1. അപ്പോൾ 4 - 1 എന്ന് പറയുമ്പോൾ 3 ആണ്. പിന്നെ എന്താണ്? 7 - 4 എന്ന് പറയുമ്പോൾ എന്താണ്? 7 - 4 എന്ന് പറയുമ്പം 6, 5, 4, 3 ആണ്. പിന്നെ നമ്മൾ എന്താണ്? 7ൽ നിന്ന് 4 കണ്ടെത്തി. അപ്പോൾ 3 കിട്ടി. അപ്പോൾ 7 + 3 എന്ന് പറയുമ്പോൾ
എത്രയാ +3 ആഡ് ചെയ്ത് കൊടുത്തു. 7 + 3 എന്ന് പറയുമ്പോൾ 10 ആണ് ഇവിടെ വരുന്നത്. 4 - 1 എന്ന് പറയുമ്പോൾ 3 ആണ്. അതോടൊപ്പം തന്നെ 7 - 4 ഇങ്ങനെ നോക്കുക. ഈ 3 നമ്മൾ നോക്കുക ഏതാണ് -3 ആണോ +3 ആണോ വരും നോക്കുക. അപ്പോൾ +3 ആണ് രണ്ടിലും വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 7 എടുത്ത് നോക്കി. 7 + 3 എന്ന് പറയുമ്പോൾ എന്താണ് 10 ആണ്. അങ്ങനെ നോക്കുക. So today we learn what is missing numbers, number patterns, addition and subtraction, and simple trick. And great job students. I hope you enjoyed this class. See you next video. Bye.